റെക്കോർഡിംഗ് ഓൺ അല്ലേ? യെസ്. ഓക്കെ, നമ്മൾ എവിടെ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞേ? വേറെ യൂണിറ്റ് 2 ഹെൽത്ത് ആൻഡ് ഹൈജീൻ വരെ പഠിപ്പിച്ചു മാം. അതിൽ സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ വരെ പറഞ്ഞു നിർത്തിയായിരുന്നു. ഓക്കെ ഫൈൻ. സോ അതിനെ കംപ്ലീറ്റ് ചെയ്യാണ്ടല്ലേ? യെസ് മാം. ബാക്കി ടീച്ചേഴ്സ് ഒക്കെ ഏത് ചാപ്റ്റർ എടുക്കുന്നേ? പാർട്ട് 1 Abarna Miss Child Welfare. ഓക്കെ. Ashwati Miss Health Care, Unit 7. Health Care. സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തോ? കഴിഞ്ഞായിരുന്നു മാം. സോ സ്കൂളില് ഇതിന്റെ അവയർനെസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ടീച്ചറായിട്ടൊരു സ്കൂളിലാവുമ്പോൾ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണല്ലേ. നമ്മൾ കൂടുതൽ കമ്മിറ്റഡ് ആകണം. കാരണം കുട്ടികളിൽ ഫ്രം അവരുടെ ചെറിയ ഏജ് ചൈൽഡ്ഹുഡ് തുടങ്ങിയിട്ട് ഗുഡ് ഹാബിറ്റ്സ് തുടങ്ങിക്കഴിഞ്ഞാലാണ് അവർ അഡൾട്ട് ആകപ്പെടുന്നത്. അഡൾട്ട് എന്നല്ല, ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, അഡൾട്ട്ഹുഡ്, പിന്നെ ഓൾഡ് ഏജ്, ഏതിലേക്ക് വരുമ്പോഴും ഈ ഒരു ഹാബിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ നീൽ ബൈറ്റിങ്ങിന്റെ കാര്യം. എത്ര പ്രായമായാലും ഒരു പക്ഷേ നീൽ ബൈറ്റിംഗ് അത് അങ്ങനെ തന്നെ അവരിൽ വരും. ഓക്കെ ഫൈൻ. സോ നെക്സ്റ്റ് ടോപ്പിക്, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ആ ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? വായിക്കട്ടെ ടീച്ചർ? Habits and behavior familiar in childhood remains constant even in adulthood. It is education that helps the child to achieve healthy habits and attitudes. No health program can be improved without the help of a school. Hence, whatever steps are taken in school regarding health have a direct effect on the community. Whatever happens in a community has its effect on the school. It is expected school students, whatever they learn about health in the school, do inform or discuss with their parents, other family members. Hence, health knowledge generates through school and parents also get education. Next paragraph. ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആണ് വായിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ആ പോയിന്റ്സ് കൂടെ ഒന്ന് റീഡ് ചെയ്യണേ. എനിക്കൊരു 2 minutes ഒന്ന് തരും. നിങ്ങൾ വായിച്ചോ? Health cannot be achieved simply by taking 1 or 2 pills every day, not by observing applying this knowledge in everyday life. The care of the body regarding food, cleanliness, exercise, protection against disease are essential for the avoidance of sound. Teaching principles of health and hygiene is important as school days make the foundation of habits. The school authorities should guarantee that the school building gets fresh air and sunlight. Proper water supply should also be available for drinking as well as cleaning purposes. Appropriate exercise should be included in the school curriculum in between study hours, which will be helpful to make the students more powerful. The school should be able to provide the children with a pleasant atmosphere for their growth and development. നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഹോപ്പ്
എയിം, ഒബ്ജക്റ്റീവ് എല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ. അതിന്റെ ഇമ്പോർട്ടൻസ് ഇത് പറയുമ്പോഴെല്ലാം നമ്മളുടെ മനസ്സിൽ നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ വരണം. കാരണം കുട്ടികളെല്ലാം ഒന്നും വീട്ടിൽ നിന്നായിരിക്കില്ല പഠിക്കുന്നത്. കാരണം അവർ കൂടുതൽ സമയം ആക്റ്റീവ് ആയിരിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളാണ്. അപ്പൊ സ്കൂളിൽ അവർ കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുന്നത് നമ്മളുടെ അടുത്തായിരിക്കും. പിന്നെ പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും, എൽഡേഴ്സ്, സീനിയർ കുട്ടികൾ ഉണ്ടാവും, സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ എല്ലാം അവരുടെ ഹാബിറ്റ്സിനെ എഫക്ട് ചെയ്യും. അപ്പൊ അത് പോസിറ്റീവ് ആയിട്ടുള്ള എഫക്റ്റീവ്നെസ് അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ ഹാബിറ്റ്സും ബിഹേവിയറും അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഹാബിറ്റ്സ് എന്താണ് ബിഹേവിയർ? യെസ്, ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ. പെരുമാറ്റം. ഓക്കെ, ഹാബിറ്റ്സ് ശീലങ്ങൾ, നമ്മൾ ഓരോ ശീലങ്ങൾ. ഓക്കെ, ഒന്ന് ഡിഫറൻഷിയേറ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ക്ലീൻ ആയിട്ടിരിക്കുക, അതൊരു ഗുഡ് ഹാബിറ്റ് അല്ലേ? ബോഡി ക്ലീൻ ആയിട്ട്. നമ്മളെ സമയത്തിന് ഉറങ്ങുന്നത്, എണിക്കുന്നത്, ഹെൽത്തി ഫുഡ് അതെല്ലാം ഹാബിറ്റ്സിൽ പെടുന്നതാണ്. വൺസ് ഒരു ഹാബിറ്റ് നമുക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ലൈഫിൽ ഉണ്ടാകും അല്ലെ. ചില ഹാബിറ്റ്സ് നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ചില ഹാബിറ്റ്സ് നമ്മൾ വിചാരിച്ചാൽ മാറ്റും. സ്മോക്കിംഗ് അതൊരു ഹാബിറ്റാണ്. നെയിൽ ബൈറ്റ് അതും ഒരു ഹാബിറ്റാണ്. നമ്മൾ വേണമെന്ന് വെച്ച് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ശീലങ്ങൾ നല്ലതുകൊണ്ട് ചീത്തയുണ്ടല്ലേ. അപ്പൊ മോശമായ ശീലങ്ങൾ നമുക്ക് മാറ്റാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റും. ഓക്കെ, ഇപ്പം ബിഹേവിയർ എല്ലാ സിറ്റുവേഷനും ഒരുപോലെ ആയിരിക്കും? ഇല്ല മാം, നമ്മുടെ പെരുമാറ്റം ഉണ്ടാകുന്നത് മാറിക്കൊണ്ടിരിക്കും അല്ലെ. നമ്മളുടെ വീട്ടില് അവിടുത്തെ നമ്മുടെ സ്പേസ് വേറെയാണ്. നമ്മളുടെ ബിഹേവിയർ ആയിരിക്കില്ല നമ്മൾ ഇപ്പൊ പഠിക്കുന്ന സ്കൂളിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ അല്ലെ, അല്ലെങ്കിൽ പബ്ലിക് ഒരു ഫംഗ്ഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ കിടന്ന് കാണിക്കുന്ന പോലെ ഒരിക്കലും നമ്മൾ കാണിക്കില്ല. വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി ആയിരിക്കില്ല നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കും. അപ്പൊ നമ്മുടെ ബിഹേവിയർ നമ്മുടെ സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മൾ മാറ്റും. ഈ ബിഹേവിയർ സിറ്റുവേഷനനുസരിച്ച് നമ്മൾ മാറ്റുന്നത് നമ്മുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് കൊണ്ടാണ്. നമുക്കിപ്പോ നമ്മളുടെ ആ ഇന്റലക്ച്വൽ ലെവല് വളരെ ലോ ആണ്. ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, അവർക്ക് അറിയില്ല സിറ്റുവേഷനിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മളുടെ ഇന്റലക്ച്വൽ ലെവലുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ എങ്ങനെ പെരുമാറണം. ഒരു മരണ വീട്ടിൽ പോയാൽ നമുക്കറിയാം എങ്ങനെയായിരിക്കണം നമ്മളുടെ പെരുമാറ്റം എന്നുള്ളത്. ഒരു മാരേജ് ഫംഗ്ഷന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു ആരാധനാലയങ്ങളിൽ പോയി കഴിഞ്ഞാൽ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നു. അത് നമ്മളുടെ ഇന്റലക്ച്വൽ ലെവലുമായിട്ട് കണക്റ്റഡ് ആണ് ബിഹേവിയർ എന്നുള്ളത്. ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് അത് നമ്മളിൽ തറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറാൻ ബുദ്ധിമുട്ടാണ്. നല്ല ഹാബിറ്റ്സ് ഇറ്റ്സ് ഗുഡ്, ബട്ട് ബാഡ് ഹാബിറ്റ്സ് വരുന്നത് നമ്മൾ മാറ്റാനായിട്ട് നമ്മൾ നല്ലപോലെ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ ഫെക്ട്, ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഡിഫറൻസിയേഷൻ അതൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറഞ്ഞു വന്നത്. ഞാൻ ഈ പോയിന്റ്സ് പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഹെൽത്ത് എഡ്യൂക്കേഷൻ ശരിക്കും നമ്മൾ ഒന്ന് ബ്രീഫ് ചെയ്യുവാണെങ്കിൽ, ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആളുകളെ മനസ്സിലാക്കിക്കുന്നു. എന്താണ്, എങ്ങനെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിന്റെ അവയർനെസ് കൊടുക്കുകയല്ലേ ചെയ്യുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ ഒരു ഇൽനെസ് വരുവാണെങ്കിൽ അല്ലെങ്കിൽ വരാതിരിക്കാൻ നമ്മൾക്ക് എന്തെല്ലാം പ്രിക്വേഷൻസ് എടുക്കാം, അതിനെ പറ്റിയുള്ള ഒരു അവയർനെസ്സും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കും. പിന്നെ എന്തെങ്കിലും ഒരു ഇഞ്ചുറീസ് വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം പ്രിക്വേഷൻസ് എടുക്കണം. നമ്മളിപ്പോ ഷാർപ്പായിട്ടുള്ള ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തെല്ലാം ടേക്ക് കെയർ ചെയ്യണം. അത് നമ്മൾ ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ മുറിയും. അപ്പൊ അതുകൊണ്ട് അത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് നമുക്ക് അവയർനെസ് കിട്ടുന്നത്. നമുക്കറിയാം പല സെക്ഷനിലുള്ള ആളുകൾ, പ്രത്യേകിച്ചും ഈ ഫയർഫോഴ്സിലുള്ളവരൊക്കെ വന്നിട്ട് നമുക്ക് അവയർനെസ് തരും. ഒരു തീപിടുത്തം ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണം, അലേർട്ടായിട്ട് എന്ത് ചെയ്യണം, അങ്ങനെ. പിന്നെ ഗ്യാസ് ലീക്കേജ് അതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ, അതിനെയൊക്കെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യും, അങ്ങനെ ഓരോന്നും ഓരോ അവയർനെസ് നമുക്ക് തരില്ലേ. അതുപോലെ തന്നെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം അതിനുള്ള അവയർനെസ് തരുന്നു. ഫസ്റ്റ് പോയിന്റ് ആണ്. സെക്കൻഡ് പോയിന്റ്, ഇൽനെസ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം അതിനുള്ള അവയർനെസ് തരില്ലേ.
ഇഞ്ചുറീസ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം അതിനുള്ള അവയർനെസ് തരുന്നു. അതുപോലെ തന്നെ നമുക്ക് അസുഖം ഇല്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. പക്ഷെ ചില സമയത്ത് ചില ഏജ് അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ചിലപ്പോ ക്രോണിക് ഇൽനെസ്സിന് കാരണമാകും. ക്രോണിക് കണ്ടീഷൻസ്, അതായത് ജീവിതകാലം മുഴുവനും നമ്മളുടെ ആ ഒരു സ്റ്റാറ്റസ് മാറില്ല. തൈറോയിഡ്, ഡയബറ്റിക്, പ്രഷർ, കൊളസ്ട്രോൾ, അങ്ങനെ അൾസർ, അങ്ങനെയുള്ള ചില ക്രോണിക് കണ്ടീഷൻസിലേക്ക് പോകാനുള്ള ചാൻസസ് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് മെഡിസിൻസ് ഒക്കെ ശരിയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുള്ളൂ. ലൈഫ് സ്റ്റൈൽ ഒന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോഴൊക്കെയാണ് ക്രോണിക് കണ്ടീഷൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ക്രോണിക് കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ഇങ്ങനെയുള്ള അവയർനെസ് ആണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ തരുന്നത്. 4 ഏരിയയിലാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ, എങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യാം. സെക്കൻഡ് വൺ, എങ്ങനെ ഇൽനെസ്സിനെ പ്രിവെന്റ് ചെയ്യാം, എങ്ങനെ ഇഞ്ചുറീസിനെ പ്രിവെന്റ് ചെയ്യാം. തേർഡ് വൺ. ഫോർത്ത് വൺ, എങ്ങനെ ക്രോണിക് കണ്ടീഷൻസ് മാനേജ് ചെയ്യാം. പോയിന്റ്സ് കിട്ടിയോ? ഇതിലില്ലാത്തതാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെ നമ്മളെ മനസ്സിലാക്കിക്കുന്നു ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. ഹൗ ടു പ്രിവെന്റ് ഇൽനെസ്. ഇൽനെസ് എങ്ങനെ, ഒരു അസുഖം അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം അത്. ഹൗ ടു പ്രിവെന്റ് ഇഞ്ചുറീസ്. ഇഞ്ചുറീസ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം. ഇതിനെല്ലാമുള്ള അവയർനെസ് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നാണ് കിട്ടുന്നത്. ദെൻ ലാസ്റ്റ് വൺ, ഹൗ ടു മാനേജ് ക്രോണിക് കണ്ടീഷൻസ്. ഇത് നമ്മളുടെ മാത്രമല്ല, ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ അല്ല നമ്മൾ പറഞ്ഞു. അതൊരു നമ്മുടെ ഫാമിലിയുടെയാണ്, കുട്ടികളുടെ, ഫാമിലിയിലെ ബാക്കി മെമ്പേഴ്സിന്റെ, നമ്മുടെ ഫ്രണ്ട്സിന്റെ, നമ്മുടെ കൊളീഗ്സിന്റെ, എല്ലാവരുടെയും കൂടെ ഹെൽത്ത് അല്ലെ. നമ്മുടെ മാത്രം ഹെൽത്ത് അല്ല നോക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കും. പ്രായമായ ആളുകളുണ്ടെങ്കിൽ അവരുടെ ഹെൽത്തിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കും. അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും, നമ്മുടെ നൈബർഹുഡ് ഓൾസോ. അടുത്ത വീട്ടിൽ ഒരാൾക്ക് സുഖമില്ലാതെ കേട്ട് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മാക്സിമം അവർക്ക് ചെയ്തു കൊടുക്കും അല്ലെ. പിന്നെ എന്താ പറയാ, നമ്മുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും സുഖമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ വരണോ, അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് നമ്മുടെ ലിമിറ്റേഷൻസിൽ നിന്ന് എന്താണോ ചെയ്യാൻ പറ്റുക അതും നമ്മൾ ചെയ്യും. നമ്മുടെ കൊളീഗ്സ്, ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്ഥലമാണെങ്കിലും പഠിക്കുന്ന സ്ഥലത്താണെങ്കിലും നമ്മുടെ കൂടെയുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെയും നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് തരുന്ന അവയർനെസ്, ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹൗ ടു പ്രിവെന്റ് ഇൽനെസ്, അസുഖങ്ങൾ എങ്ങനെ പ്രിവെന്റ് ചെയ്യും, ഹൗ ടു പ്രിവെന്റ് ഇഞ്ചുറീസ്, അസുഖങ്ങൾ മാത്രമല്ല മുറിവുകൾ, അപകടങ്ങൾ ഒക്കെ വരാലോ, ഹൗ ടു പ്രിവെന്റ് ഇഞ്ചുറീസ്, ആൻഡ് ലാസ്റ്റ് വൺ, ഹൗ ടു മാനേജ് ക്രോണിക് കണ്ടീഷൻസ്. ഓക്കെ. പിന്നെ ഇത് മാത്രമല്ല, ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് എന്തറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ ഫസ്റ്റ് എയ്ഡ് എടുക്കുന്നുണ്ടാവും ടീച്ചേഴ്സ് ആരെങ്കിലും. ഫസ്റ്റ് എയ്ഡിൽ നമുക്കറിയാലേ, ഫസ്റ്റ് എയ്ഡ് എന്തെല്ലാം അപകടങ്ങൾ വരുമ്പോൾ എന്ത് ഫസ്റ്റ് എയ്ഡ്, ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു മെഡിക്കൽ സപ്പോർട്ട്, അതാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു അവയർനെസ് അതിനെപ്പറ്റി വേണം. മുറിവ് പറ്റിയാൽ, പൊള്ളൽ വന്നാൽ, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒരാളെ എടുത്തോണ്ട് വരുമ്പോൾ എന്താണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് വേണം. അതിന് വേണ്ടുന്ന അവയർനെസ് അല്ലെങ്കിൽ ആ നോളജും സ്കിൽസും പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ചെയ്യുന്നത്. നമ്മുടെ ലോക്കൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ലോക്കൽ അതോറിറ്റീസ്, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കോർപ്പറേഷൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾക്ക് ആവശ്യമുള്ള നോളജ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ ഏരിയയിലും നോളജ് മാത്രമല്ല, സ്കിൽസ്, എന്ത് ചെയ്യണം ആ ഒരു സമയത്ത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും മെഡിക്കൽ ഫീൽഡിൽ പോയി പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുപോലെ നമ്മൾക്ക് ആ ഒരു സമയത്ത് എന്താണ് പെട്ടെന്ന് CPR കൊടുക്കുന്നതിന്റെ പ്രാക്ടീസ് മിക്കയിടങ്ങളിലും, സ്കൂളുകളിലും, കോളേജുകളിലും, ഓഫീസുകളിലും ഒക്കെ കൊടുക്കുന്നുണ്ടല്ലേ. ആളുകൾ പലപ്പോഴും പബ്ലിക് പ്ലേസിലായിരിക്കും കുഴഞ്ഞു വീഴുന്നത്. അപ്പൊ എങ്ങനെ CPR കൊടുക്കാം അതെല്ലാം പറയുന്നത്. അപ്പൊ അങ്ങനെ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മളെ വീണ്ടും ഹെൽപ്പ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് നോളജ് ആൻഡ് സ്കിൽസ്. ആ ഒരു നോളജ് ആൻഡ് സ്കിൽസ്, ഒരു നെസസറി ഡിസിഷൻ എടുക്കാനായിട്ട്, നമ്മളുടെ ഹെൽത്തിനും വെൽബീയിങ്ങിനും വേണ്ടിയിട്ട് കറക്റ്റ് സമയത്തിൽ എന്തൊക്കെ ഡിസിഷൻസ് നമുക്ക് എടുക്കണം, ആ ഒരു ഇൻഫർമേഷൻ, ആ ഒരു സപ്പോർട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ തരുന്നുണ്ട്. അതിന് വേണ്ടുന്ന നോളജ്, അതിന് വേണ്ടുന്ന സ്കിൽസ്.
ഒരു പനി വന്നാൽ നമ്മുടെ വീട്ടിൽ പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെല്ലാം പറയും ഓരോ കാര്യങ്ങൾ, ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി. കൊച്ചുകുട്ടികളാണെങ്കിൽ വെള്ളം നനച്ച് കിടക്കുക, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ നോർമലാക്കി കൊണ്ടുവരാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരും പെട്ടെന്ന് തന്നെ. രാത്രിയൊക്കെ പെട്ടെന്ന് പനി വരുമ്പോഴേക്കും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ വീട്ടിലുള്ളവരെ നമുക്ക് പറഞ്ഞു തരികയാണെങ്കിൽ നമുക്കറിയാം എന്ത് ചെയ്യണം ആ ഒരു പനി വരുമ്പോൾ. അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾക്ക് നോളജും സ്കിൽസും പ്രൊവൈഡ് ചെയ്യും. എങ്ങനെ നമ്മൾക്ക് കറക്റ്റ് സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് സിറ്റുവേഷൻ വരുവാണെങ്കിൽ ആ ടൈമിൽ എങ്ങനെ ഡിസിഷൻസ് എടുക്കാം, എങ്ങനെ ആക്ഷൻസ് എടുക്കാം എന്നുള്ള ഒരു ഒരു സപ്പോർട്ടും ഹെൽത്ത് എഡ്യൂക്കേഷൻ തരും. ഇതാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് സ്കൂളിൽ നിന്നും പാരന്റ്സിൽ നിന്നും കുട്ടികൾക്ക് ഈ ഒരു ഹെൽത്ത് നോളജിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടണം. നമ്മള് കുട്ടികൾ 3 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് സ്കൂളിലേക്ക് വരുന്നത്. 3 KG ചേർക്കണമെങ്കിൽ 4 വയസ്സ് കഴിയണമെന്ന് തോന്നുന്നു. അപ്പൊ അത്രയും നാള് കുട്ടി ഒന്നുമില്ലെങ്കിൽ പ്രീ സ്കൂളുകളിലോ പ്ലേ സ്കൂളുകളിലോ അംഗൻവാടികളിലോ ആയിരിക്കും പോകുന്നത്. പിന്നെ വീട്ടിലും ആയിരിക്കും. അപ്പൊ വീട്ടിൽ നിന്നും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് വേണ്ടുന്ന ഒരു അവയർനെസ് ഒക്കെ കിട്ടുന്നു. പിന്നെ സ്കൂളിൽ വരുമ്പോൾ സ്കൂളിൽ പല പ്രോഗ്രാംസ് നടത്തും. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ അവയർനെസ് കൊടുക്കാനും ഹെൽത്തിന്റെയും ഹൈജീന്റെയും ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് പറയാനും ഈവൻ അവരുടെ സിലബസിൽ തന്നെ അതിനനുസരിച്ചുള്ള ലെസൺസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കുട്ടികൾക്ക് ആ ഒരു ഇൻഫർമേഷൻസ് കിട്ടും. വൺസ് കുട്ടികൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അവർ എന്തായാലും ഡെഫിനറ്റ്ലി വീട്ടിൽ വന്ന് ഷെയർ ചെയ്യുമ്പോൾ ഭയങ്കര കാര്യമായിട്ടായിരിക്കും കൊച്ചുകുട്ടികൾ വന്ന് പറയുന്നത്. അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കും അതൊരു അവയർനെസ് കിട്ടുന്നത് തന്നെയാണ്. വെറുതെ കുറെ മെഡിസിൻസോ സപ്ലിമെന്റ്സ്, എന്തെങ്കിലും സപ്ലിമെന്റ്സ്, വൈറ്റമിൻ സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് സപ്ലിമെന്റ്സ് എടുത്തത് കൊണ്ടൊന്നും അസുഖങ്ങൾ മാറില്ല. നമ്മൾക്ക് ഈ അറിയാവുന്ന അവയർനെസ്, എങ്ങനെ ഹെൽത്തിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, എങ്ങനെ അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള അവയർനെസ് നമ്മൾ നമ്മളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് ഹെൽത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. കൊറോണ സമയത്ത് വീട്ടിലൊരാൾ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ മറ്റുള്ളവർ ആ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി കുറെ പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളത് ഒരു അവയർനെസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾക്കും ഇൻഫെക്ഷൻ ആവാം. നമ്മളുടെ ആരോഗ്യം മോശമായി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ ഒരു നോളജ് നമ്മളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ബോഡിയുടെ കെയർ, അബൌട്ട് എന്താണ് ഫുഡ്, ക്ലെൻലിനെസ്, എക്സസൈസ്, ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡിസീസ്, അസുഖങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ, എക്സസൈസ്, പ്രോപ്പർ എക്സസൈസ്, ഏജ് അപ്രോപ്രിയേറ്റ് എക്സസൈസ്, ഹെൽത്ത് അപ്രോപ്രിയേറ്റ് എക്സസൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എസെൻഷ്യൽ ആണ്. ഈ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ പ്രിൻസിപ്പിൾസ് അത് സ്കൂൾ ഡേയ്സിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ, ഹാബിറ്റ്സ് ചെറിയ പ്രായത്തിൽ തന്നെ അവരിൽ ഇത് നല്ലപോലെ മനസ്സിലായി കഴിഞ്ഞാൽ അവരുടെ ഏജിനനുസരിച്ച് വേണം അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. നമ്മുടെ ഒരു റെക്കോർഡിൽ ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചുള്ള റൈം എഴുതുന്നുണ്ട്, ആക്ഷൻസ് ഓഫ്. ഓക്കെ, അത് നമ്മൾ എഴുതുന്നത് തന്നെ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമ്മളൊരു ആക്ഷൻ സോങ്ങിലൂടെ കൊടുക്കുക. അപ്പൊ ആക്ഷൻ സോങ് ഒക്കെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരും റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ ഒപ്പം ആക്ഷൻസ് ഒക്കെ കാണിക്കും. അതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് അത് മനസ്സിലാകും, ഇങ്ങനെ ചെയ്യണം, പറയും ഞാൻ ഇങ്ങനെയാ ബ്രഷ് ചെയ്യണേന്നൊക്കെ അവരുടെ കമന്റ്സ് ഒക്കെ കേൾക്കാം. അപ്പൊ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ് റൈംസ് നമ്മൾ എഴുതുന്നുണ്ട്. അപ്പൊ അവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് വരുന്ന രൂപത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഈ ഒരു നോളജ് ക്ലാസ് എടുക്കുന്ന പോലെ നമുക്ക് കുട്ടികൾക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ചെറിയ റോൾ പ്ലേ ഒക്കെ ചെയ്യിക്കാം. വൈറസിന്റെ ഒരു മാസ്ക് പോലെ ഒരു പിക്ചർ പോലെ ഉണ്ടാക്കി സ്റ്റിക്കിലൊക്കെ ആക്കിയിട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്ന രീതിയിലോ, അപ്പൊ ഹാൻഡ് വാഷ് ചെയ്യുമ്പോഴേക്കും അത് ഓടിപ്പോകുന്നതോ അങ്ങനെയുള്ള രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കുട്ടികളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാം. അവർക്ക് ഇഷ്ടപ്പെടും, അവരത് ഫോളോ ചെയ്യുകയും ചെയ്യും. നല്ലപോലെ ഹാൻഡ് വാഷ് ചെയ്യേണ്ട ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് അവരെ കാണിച്ചു കൊടുക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. സ്കൂൾ അതോറിറ്റീസ് അവര് ഗ്യാരണ്ടി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്കൂൾ ബിൽഡിങ്ങില് ഫ്രഷ് എയറും അതുപോലെ തന്നെ സൺലൈറ്റ് ആവശ്യത്തിന് വരുന്നുണ്ടെന്നുള്ള രീതിയിൽ അത് അവര് ഗ്യാരണ്ടി ചെയ്യണം. പ്രോപ്പർ വാട്ടർ സപ്ലൈ അവിടെ അവൈലബിൾ ആയിരിക്കണം. ഡ്രിങ്കിങ്ങിനും അതുപോലെ തന്നെ ക്ലീനിങ് പർപ്പസസിന് ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യും അല്ലെ. അപ്പൊ ക്ലീനിങ് പർപ്പസസിനും നല്ല കുടിക്കാൻ നല്ല ക്ലീൻ വാട്ടറും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്കൂള് പ്രൊവൈഡ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് കുട്ടികളുടെ ഹെൽത്തിന് ഹൈജീനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്.
പിന്നെ സ്കൂളിന്റെ ഇൻ ബിറ്റ്വീൻ സ്കൂൾ കരിക്കുലത്തിൽ അപ്രോപ്രിയേറ്റ് എക്സസൈസസ് ഇൻക്ലൂഡ് ചെയ്യണം. നല്ല രീതിയിൽ എക്സസൈസസ് ഇൻക്ലൂഡ് ചെയ്യണം ബിറ്റ്വീൻ സ്റ്റഡി അവേഴ്സ്. ക്ലാസ്സുകൾക്കിടയ്ക്ക് കുട്ടികൾക്ക് PT പീരീഡ് ഉണ്ട്. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. അത് അവരുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിന് വളരെ നല്ലതാണ്. കാരണം അല്ലെങ്കിൽ ഒരേ പോസ്റ്ററിൽ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ശരിക്കും മോണ്ടിസോറി മെത്തേഡിൽ കുട്ടികൾ അങ്ങനെ ഇരിക്കുന്നില്ല. അവർക്ക് മൂവ്മെന്റ് ആണ്. ക്ലാസ് റൂമിൽ എവിടെ വേണമെങ്കിലും അവർക്ക് നടക്കാം. അങ്ങനെയുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷെ സാധാരണ സ്കൂളുകളാണല്ലോ കൂടുതലും ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോഴെല്ലാം സാധാരണ രീതിയിലുള്ള സ്കൂളുകളാണ്. അവിടെ പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുട്ടിക്ക് ഒരു പ്ലേസ് ഉണ്ടാവും. അവിടെ നിന്ന് ടീച്ചറുടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നിന്ന് എണീക്കാനോ മൂവ് ചെയ്യാനോ പറ്റും. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് ഇൻ ബിറ്റ്വീൻ ക്ലാസ് അവേഴ്സിൽ ആവശ്യത്തിന് ഫിസിക്കൽ എക്സസൈസിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് വേണം എന്നാണ് പറയുന്നത്. മോർ പവർഫുൾ ആകും. പിന്നെ അവരുടെ പോസ്റ്റർ ശരിയാകും. അവരുടെ മസിൽസ് കൂടുതൽ സ്ട്രെങ്ത് ആകും. ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം സ്കൂൾ എന്ന് പറയുന്നത് അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഏത് സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും നിറയെ പച്ച, നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് പോലെ നിറയെ മരങ്ങളും പൂക്കളുള്ള ചെടികളും ചെറിയൊരു പാർക്കോ ഒക്കെ കാണാം. കുട്ടികൾക്ക് ഇരിക്കാനുള്ള കുറച്ച് സ്ഥലവും ഷെയ്ഡുള്ള സ്ഥലം, പ്ലേ ഏരിയ എല്ലാം കാണാം. നല്ലൊരു സ്കൂളിലേക്ക് കുട്ടികൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന രീതിയിലുള്ള ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം സ്കൂളിൽ. അത് കുട്ടിയുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും മനസ്സിന്റെ വളർച്ചയ്ക്കും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. എയിംസ് ആൻഡ് വാല്യൂസിൽ ഓരോരോ പോയിന്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് റീഡ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് റീഡ് ചെയ്ത് നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ റിലേറ്റ് ചെയ്യാം, കണക്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഞാൻ വായിക്കാം. വായിക്കാമോ? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. പ്ലീസ് വായിച്ചു. ഇപ്പൊ ഗുഡ് മോർണിംഗ് ക്ലാസ്സിലേക്ക് വന്നതുകൊണ്ടാണോ? ആരായിരുന്നു മാം? ഞാൻ നീ വായിച്ചോട്ടെ. രാജീവ്. പ്ലീസ്. ആരായിരുന്നു? രണ്ടുപേര് പറഞ്ഞു തോന്നുന്നു അല്ലെ? നമുക്ക് 6 പോയിന്റ്സ് 7 പോയിന്റ്സോ 6 പോയിന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, യു ക്യാൻ റീഡ്. Aims and values of health education. The following are the main aims and object of health education in schools: to provide information about the health and hygiene. It aims at introducing the peoples and the teachers with the functioning of the body, the rules of health and hygiene, and the preventive measure of warding off disease. It is to be notice of the people's how bad habits, unhygiene way of living, addiction of smoking and liquor and such unhealthy practice result in wrong consequences. Betterment of human relationship, particularly from the standpoint of health. Okay, ma'am? Okay, fine. Okay, thank you. So aims and values of health education. Health education aims and values, important scope അതെല്ലാം നമ്മൾ പറഞ്ഞു പോയി. ഒബ്ജക്റ്റീവ് ഒക്കെ. ഇനി എയിംസ് ആൻഡ് വാല്യൂസ് എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് പോവുകയാണോ, അതോ ഏത് ഏരിയയിലേക്കാണ് നമുക്ക് അതിന് വേണ്ടുന്ന സപ്പോർട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ്. അതിൽ ഫസ്റ്റ് പോയിന്റ്, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഹെൽത്ത് ആൻഡ് ഹൈജീനിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ലൈക്ക് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു അല്ലെ, നമുക്ക് അതിൽ നിന്നും കുറെ നോളജ് കിട്ടുന്നു. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ അവയർനെസ് കുറെ സ്കിൽസ് കിട്ടുന്നു. എങ്ങനെ ഓരോ സിറ്റുവേഷൻസ്, എന്തെങ്കിലും അൺഹെൽത്തി കണ്ടീഷൻസ് വരുമ്പോൾ ഞാൻ എങ്ങനെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെയുള്ള അവയർനെസ് കിട്ടുന്നു. പിന്നെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ അതങ്ങനെ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ എനിക്ക് വന്നാൽ ഞാൻ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള കാര്യവും നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ കിട്ടും. അതാണ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. നമ്മൾ സ്കൂളിനെ ഫോക്കസ് ചെയ്യുമ്പോൾ കുട്ടികളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാവരുടെയും ഹെൽത്ത് ഇമ്പോർട്ടന്റും ആണ്. ഒരു കുട്ടിക്ക് ഒരു കോൾഡ് വന്നാൽ അത് ചെറിയ ക്ലാസ്സുകളിൽ പ്രത്യേകിച്ചും പെട്ടെന്ന് തന്നെ മറ്റു കുട്ടികൾക്കും അത് പകരും. ഈ ഒരു ചെറിയ ഏജ്, ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ആ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖങ്ങൾ പകരും. ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. ആ ഒരു 6-7 വയസ്സൊക്കെ കഴിയുമ്പോൾ അഡോളസൻസിലേക്കൊക്കെ കയറുന്ന സമയത്ത് ഇവരുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യും. അപ്പൊ ഇതുപോലെ സ്കൂൾ ആബ്സെന്റ് ആകുന്നത് വളരെ റെയർ ആയിരിക്കും. അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് വളരെ റെയറാണ്. പിന്നെയും അത്രയ്ക്കും
സിവിയർ ആയിട്ട് വല്ല വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ വരുന്നത്, സ്പ്രെഡ് ചെയ്യുന്നതൊക്കെയുള്ള വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ചില സ്കൂളുകളൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെ കുട്ടികൾക്ക് കൂട്ടത്തോടെ അസുഖം വരുമ്പോൾ ജോണ്ടിസ് വന്നു. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ബോയ്സ് ഒക്കെ താമസിക്കുന്നത് പേയിങ് ഗസ്റ്റ് ആയിട്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു ടൈമില് ഫസ്റ്റ് സെമസ്റ്ററിന്റെ സമയത്ത് തന്നെയാണ് ഈ ജോണ്ടിസും എലിപ്പനിയും, മഞ്ഞപ്പിത്തവും എലിപ്പനിയും കൂടെ ചിലർക്ക് രണ്ടും ഒരുമിച്ച് വന്നു, ചിലർക്ക് ഒരെണ്ണം മാത്രം. അങ്ങനെ ഭയങ്കരമായിട്ട് സ്പ്രെഡായി ത്രൂ വാട്ടർ, ആ ഒരു വെള്ളത്തിലൂടെയുള്ള ആ ഒരു പൊള്യൂട്ടഡ് വാട്ടർ കാരണം. അപ്പൊ അങ്ങനെ മീഡിയം വാട്ടർ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കോളേജ് ഒരു 2 months ക്ലോസ് ചെയ്തു. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഹെൽത്തും ഹൈജീനും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ. പ്രത്യേകിച്ചും നമ്മുടെ മാത്രമല്ല അവിടെ ഹെൽത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, എല്ലാവരുടെയും. അപ്പൊ സ്കൂളിന്റെ കേസ് പറയുമ്പോൾ കുട്ടികളും ടീച്ചേഴ്സും, അവരുടെ ടീച്ചേഴ്സും നല്ല ഹെൽത്തി ആയിരിക്കണം അല്ലെ? കാരണം ഇത്രയും കുട്ടികളെ മാനേജ് ചെയ്യേണ്ടതാണ് ആ ഒരു ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ആ ടീച്ചേഴ്സും കുട്ടികളും എന്താ പറയാ, അവരുടെ ബോഡിയുടെ പ്രോപ്പർ ഫങ്ഷനിങ് ആവശ്യമാണെങ്കിൽ, നമ്മൾ ഹെൽത്തി ബോഡി ആണെങ്കിൽ അല്ലേ പ്രോപ്പർ ഫങ്ഷനിങ് ശരിയായി നടക്കുള്ളൂ. നമ്മൾ നല്ല ഹെൽത്തി ആവണമെങ്കിൽ നമ്മുടെ ഹൈജീൻ, നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ ഹൈജീനിക് വേ ഓഫ് ലൈഫ് അത് ശരിയായിരിക്കണം. പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ വാർഡിംഗ് ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെന്റ് ഡിസീസ് എന്നാണ് മീനിങ്. അതിന് വേണ്ടുന്ന പ്രിവെന്റീവ് മെഷേഴ്സ്, ആ ഒരു ഡിസീസ് പ്രിവെന്റ് ചെയ്യാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് നമ്മൾ എടുക്കണം. പിന്നെ കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം ഈ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ എങ്ങനെ അവരുടെ, അതുപോലെ തന്നെ അൺഹൈജീനിക് വേ ഓഫ് ലിവിങ്, ഇതെല്ലാം അവരുടെ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നു. പിന്നെ വലിയ ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ കുട്ടികൾ എപ്പോഴും റോൾ മോഡലാക്കുന്നത് അവരെക്കാൾ മുതിർന്ന ആളുകളെ, അല്ലെങ്കിൽ മൂവീസിൽ കാണുന്ന സൂപ്പർ ഹീറോസിനെയൊക്കെ റോൾ മോഡലാക്കും. മൂവീസിലൊക്കെ ആ ഒരു റോങ് മെസ്സേജ് വരുന്നുണ്ടല്ലേ, ഹീറോ ഇങ്ങനെ സ്മോക്ക് ചെയ്ത് തള്ളുന്നതായിരിക്കും കാണിക്കുന്നത്, ഭയങ്കര സ്റ്റൈലിലൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ആ ഹീറോയുടെ ഇമേജ് അങ്ങനെയായിരിക്കും. പിന്നെ ലിക്കർ യൂസ് ചെയ്യുന്നതും അബ്യൂസീവ് വേർഡ്സ് പറയുന്നതൊക്കെയാണ് മിക്ക മൂവിയിലും ഇപ്പൊ കാണുന്നത്. ചോദിക്കുമ്പോഴെന്താ നാച്ചുറലായി സംഭവിക്കുന്ന കാര്യങ്ങളെ, പക്ഷെ ഇത് ചെറിയ ജനറേഷന്റെ ചെറിയ കുട്ടികളിലേക്ക് റോങ് മെസ്സേജ് പോകും. അപ്പൊ അവരുടെ ധാരണ ഒരു ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം എന്നുള്ള റോങ് മെസ്സേജ് പോകും. അപ്പൊ അങ്ങനെ അതിൽ നിന്നെല്ലാം അവരെ മനസ്സിലാക്കിക്കുക. ഇതെല്ലാമാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ചെയ്യുന്നത്. ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഇമ്പോർട്ടൻസ് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് പോയിന്റ് ആരാ? 2 പേര് വന്നിരുന്നു. ഞാൻ വായിക്കാം മാം. Yes, please. To maintain norms of good food health, it helps the school authorities to keep certain principles of health in school. A number of programs of good health growth in pupil, sufficient habits of hygiene, atmosphere such as cleanliness, etc. Thank you. ഫസ്റ്റ് സെന്റൻസ് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഹെൽപ്സ് ആണ്, HELPS എന്നാക്കുക. ഹിപ്സ് അല്ല, ഹെൽപ്സ് ആണ്. എക്ക് പകരം അവിടെ എൽ ചേർക്കാം, HELPS. ഓക്കെ, നമുക്ക് ഗുഡ് ഫുഡ് ഹെൽത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിന് വേണ്ടുന്ന നോംസ് കണ്ടീഷൻസ്, മെയിൻറ്റെയിൻ ഗുഡ് ഫുഡ് ഹെൽത്ത്. ഓക്കെ, സ്കൂൾ അതോറിറ്റീസിന് മോള് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് LKG ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ ഭയങ്കര നിർബന്ധമായിട്ട് പാരന്റ്സിനോട് പറയുമായിരുന്നു, കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ചോറ് തന്നെ കൊടുത്തുവിടണം, അതിന്റെ കൂടെ വെജ് ആയിട്ട് എന്തെങ്കിലും കറികളും, പിന്നെ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കറികളും വെച്ച് വരും, പപ്പടം ഒഴിവാക്കണം എന്ന് എപ്പോഴും പറഞ്ഞു. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെ കൊടുത്തു വിടരുത്, ഞങ്ങൾ കഴിപ്പിച്ചോളാം. കാരണം ഇവര് പറയുമ്പോഴേക്കും അവരെ കൊടുത്തു വിടുന്നത് മുഴുവനും അവ കഴിക്കില്ല. അപ്പൊ ആ ഒരു നേരമെങ്കിലും അവർക്ക് ചോറും നല്ല കറികളും അവരുടെ അകത്തേക്ക് പോകട്ടെ എന്ന് ഉദ്ദേശിച്ചത്. കുട്ടികൾക്ക് അങ്ങനെയുള്ളതൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ, അങ്ങനെ അവരെ കഴിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് സിസ്റ്റർ പറയുകയായിരുന്നു. സ്കൂൾ അതോറിറ്റീസ് ശ്രദ്ധിക്കണം, കുട്ടികൾ കൊണ്ടുവരുന്ന ഭക്ഷണം അവർ കഴിക്കുന്നുണ്ടോ. പ്രത്യേകിച്ചും ചെറിയ മക്കളുടെ കാര്യത്തില് അവർക്ക് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല, അവർക്ക് ചില കളർഫുൾ ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ താല്പര്യം. പിന്നെ അതുപോലെ തന്നെ കുറെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും. ഇപ്പൊ റീസെന്റ് നടന്നിരുന്നു ഫുഡ് ഫെസ്റ്റ്, ഈ വേൾഡ് ഫുഡ് ഡേ എന്നോ അങ്ങനെ എന്ത് പറഞ്ഞൊരു ഡേ ആയതിന്റെ ഭാഗമായിട്ട് പല സ്കൂളുകളിലും പല രീതിയിലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് ഫെസ്റ്റ് പോലെ
കുട്ടികൾ വീട്ടിൽ നിന്നും പലതും ഉണ്ടാക്കി കൊണ്ടുവരുന്നു, ടീച്ചേഴ്സും അതുപോലെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു, പിന്നെ അവിടെ ലൈവായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു, ആ രീതിയിലൊക്കെ. അപ്പൊ എന്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ കുറച്ചുകൂടെ ഒരു വെറൈറ്റി ആയിട്ടായിരുന്നു അവരത് ചെയ്തത്. അവരങ്ങനെ ഫുഡ് ഫെസ്റ്റ് ഒന്നും ചെയ്തില്ല. അതേപരം അവര് നമ്മൾക്ക് പാരന്റ്സ്, ഞാനും ആലോചിച്ചു പല സ്കൂളുകളുടെയും ഇങ്ങനെ ഞാൻ സ്റ്റാറ്റസ് കാണുന്നുണ്ട് കേട്ടോ, ഫ്രണ്ട്സിന്റെ ഒക്കെ മക്കള് പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ഫുഡ് ഫെസ്റ്റ് പോലെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഭക്ഷണം ഒരു തട്ടുകട എന്നൊക്കെ ഇങ്ങനെ പേരൊക്കെ കൊടുത്ത്, അങ്ങനെ ചായക്കട, തട്ടുകട അങ്ങനെയൊക്കെ പേരൊക്കെ കൊടുത്തിട്ട് ആണ് കൗണ്ടറൊക്കെ വെച്ചിരിക്കുന്നത്, പണ്ട് കാലത്തെ രീതിയും അങ്ങനെയൊക്കെ. അപ്പം ഈ സ്കൂളിൽ എന്താ ഒന്നും ഇല്ലാത്തതെന്ന് ചിന്തിക്കുമ്പോഴാണ് സ്കൂളിൽ നിന്ന് മെസ്സേജ് വരുന്നത്, പറ്റുന്ന പാരന്റ്സ് എല്ലാം കുട്ടികളുടെ കയ്യിൽ ഒരു പൊതിച്ചോറ് കൊടുത്തു വിടാനായിട്ട്. ഞാനും ഓർത്തു ഈ പൊതിച്ചോറ് എന്തിനാന്ന് വിചാരിച്ചിട്ടു. അങ്ങനെ ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുത്തു വിട്ടു. ഇവര് കുട്ടികളെല്ലാവരും കൂടെ ഈ പൊതിച്ചോറ് കളക്ട് ചെയ്ത് ഒരു അഗതി മന്ദിരത്തിൽ പോയിട്ട്, അവിടെ കുറച്ച് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ പാർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ കൊണ്ടുപോയി അവർക്ക് കൊടുക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട് കൾച്ചറൽ പ്രോഗ്രാംസ് കുട്ടികൾ അവതരിപ്പിക്കുന്നു. അവരെല്ലാരും ഭക്ഷണം കഴിക്കുന്നതാണ്. എനിക്കതൊരു കുറച്ച് നല്ല കാര്യമായിട്ട് തോന്നി. ഫുഡ് ഫെസ്റ്റ് ഒക്കെ നടക്കുമ്പോൾ സാധാരണ കുറേയൊക്കെ ഭക്ഷണം ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് പോകുമായിരിക്കും. പക്ഷെ ഇത് അവര് നല്ലപോലെ ഭക്ഷണം കഴിച്ചു. അത് മാത്രമല്ല, കുട്ടികൾ അവർക്ക് വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്തു. അതെനിക്ക് കുറച്ച് നന്നായിട്ട് തോന്നി. ശരിക്കും നമുക്ക് ഒരു ലൈവ് സെഷൻ ആയിട്ട് ഓൺലൈൻ അല്ലാതെ നമുക്ക് ഗ്രൗണ്ട് ലെവൽ ക്ലാസ് ആയിരുന്നെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ തന്നെ ചെയ്ത ഇതുപോലെ കാര്യങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യാമായിരുന്നു. ഏതെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്ത് അവരുടെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയി അവരുടെ ഒപ്പം ഇരുന്ന് കഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മുടെ പ്രോഗ്രാംസ് എങ്ങനെയായി പോയില്ലേ. നിങ്ങൾ നാളെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ യു ക്യാൻ ഡു ദ സെയിം. ഓക്കെ, അല്ലെങ്കിൽ അടുത്തടുത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പൈൻഡ് ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ കേട്ടോ, ഔട്ട് ഓഫ് ദ വേ നമുക്ക് ചെയ്യാൻ നമ്മൾക്ക് അങ്ങനെയുള്ള ഇതൊന്നും നമുക്കില്ലല്ലോ. ഓക്കെ, അങ്ങനെ സ്കൂൾ അതോറിറ്റീസ് ആ ഹെൽത്തിന്റെ കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവരതിന് സർട്ടൻ പ്രിൻസിപ്പിൾ, കുറച്ച് റൂൾസ് ആണെങ്കിൽ പോലും കുഴപ്പമില്ല, ചില കണ്ടീഷൻസ് ഒക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിന് വേണ്ടുന്ന നമ്പർ ഓഫ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം. പിന്നെ കരിക്കുലത്തിലെ ലെസൺസ് വരുന്നുണ്ട് ഇത് റിലേറ്റഡ് ആയിട്ട്. അപ്പൊ അത് എടുക്കുന്ന സമയത്ത് ആ ഒരു ഫോക്കസോട് കൂടി എടുക്കുക. കുട്ടികളുടെ ഉള്ളിലേക്ക് അതിന്റെ അവയർനെസ് ശരിക്കും ചെല്ലുന്ന രീതിയിൽ ടോപ്പിക് പഠിപ്പിച്ച് പോകാതെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ആക്ടിവിറ്റീസ് കുട്ടികളെ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കാം. ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും സെയിം തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഹൈജീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, വൃത്തി, ക്ലീൻലിനെസ്, അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ പഠിപ്പിക്കും. ഇനി തേർഡ് പോയിന്റ് ആണ്. അപ്പൊ തേർഡ് പോയിന്റിൽ ഒരു കറക്ഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തന്നിട്ട് അത് വായിച്ചാൽ മതി. തേർഡ് പോയിന്റിലെ ലാസ്റ്റ് സെന്റൻസ്, ദ എഡിബിൾസ് ഇൻ ദ ടച്ച് ഷോപ്പ് ആർ സേവ്ഡ് ഫ്രം ഫ്ലൈസ് ആണ്. ഈച്ച, FLIES ആണ്. ഫയൽസ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. സ്പെല്ലിംഗ് തെറ്റിയതാണ്, ഫ്ലൈസ് എന്നാക്കുക, FLIES. ഓക്കെ, ഇനി വൈറ്റ് നമുക്ക് സ്ക്രോൾ ചെയ്യാം. Okay, ആരാ വായിക്കേണ്ടത്? പ്ലീസ്. ഞാൻ വായിക്കാം. To make precautionary and preventive measure, its aims is to take good precaution against pollution and spread of diseases. So good hygiene arrangements are made. Urinals and toilets are kept clean. Sweeping is done daily, and the rooms and the furniture are kept neat and tidy. The edibles in the tuck shop are saved from flies. Saved from flies, each. Okay. So, third point ആയിട്ട് നമ്മൾ പറയുന്നത് to make precautionary and preventive measures. നമ്മൾ പ്രിക്വേഷൻസും എടുക്കണം, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സും എടുക്കണം. ഈ ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമാണല്ലോ അവിടെ കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്ന കാര്യം. കിച്ചൺ ഉണ്ടാവും, ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം ഉണ്ടാവും, ആൾക്കാർ വന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഉണ്ടാവും. അതിന് ഇൻ ബിറ്റ്വീൻ ഇത് സെർവ് ചെയ്യാൻ വല്ല ടേബിളോ എന്തെങ്കിലുമൊക്കെ ഓരോ ഹോട്ടലിന്റെ രീതിക്ക് അനുസരിച്ച് പലതുണ്ടാവും. ഈച്ച എന്ന് പറയുന്ന സംഭവം ഭക്ഷണം എവിടെയുണ്ടോ അവിടെ എത്തിക്കൊള്ളുക. അതിനെ ശല്യം ഒഴിവാക്കാനായിട്ട് അവര് ചില എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ യൂസ് ചെയ്തേക്കുന്നതാണ്. ചില ഫ്രീക്വൻസിയിലുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ഈ ഇൻസെക്ട്സിന് ആ ശബ്ദം കേൾക്കാൻ ഭയങ്കര ഡിസ്റ്റർബൻസ്, അവർ ആ പ്രദേശത്തേക്ക് വരില്ല.
ഈച്ച ഒഴിവാക്കാനുള്ള ഒരു മാർഗം അതാണ്. കാരണം ഭക്ഷണം ടേബിളിൽ പല രീതിയിലുള്ള ആൾക്കാർ വന്ന് കഴിച്ചിട്ട് പോകും. ചിലര് നല്ല നീറ്റായിട്ട് ഇരുന്ന് കഴിക്കും, ചിലര് കഴിക്കുന്ന സ്ഥലം മുഴുവൻ ഭയങ്കര മോശം. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവും. ഹാൻഡ് വാഷ് ചെയ്യുന്ന അവിടെയും ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈച്ചകൾ വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ സ്നാക്സ് ഐറ്റംസ് ഇങ്ങനെ കണ്ണാടി പാത്രങ്ങളിൽ വെക്കുമല്ലോ, ചിലത് എങ്ങാനും ചെറിയ രീതിയിൽ ഒന്ന് ഓപ്പൺ ആയിട്ടിരുന്ന അതിൻ്റെ ഉള്ളിലേക്ക് ഈച്ച കയറാനുള്ള ചാൻസസ്. സ്കൂളുകളിൽ നമ്മൾ പറഞ്ഞു അവിടെ നമുക്ക് ടോയ്ലറ്റ് വാഷ്റൂം ഉണ്ടായിരിക്കും. യൂറിനൽസും ടോയ്ലറ്റ്സും എല്ലാം നല്ല ക്ലീൻ ആക്കി വെക്കണം. പിന്നെ സ്റ്റാഫ് ഉണ്ടാവും ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. ദിവസവും നല്ല തുടച്ച് വൃത്തിയാക്കണം. എല്ലാ റൂംസും ഫർണിച്ചറും എല്ലാം നീറ്റ് ആയിരിക്കണം. പൊടി ടെസ്റ്റ് കയറാനുള്ള ചാൻസ് അതൊക്കെ പൊടിയൊക്കെ തട്ടി തുടച്ച് വൃത്തിയാക്കി വെക്കണം. ചില സ്കൂളുകളിൽ ക്യാൻറ്റീൻ സ്റ്റോർ ഉണ്ടാവും. ടക്ക് ഷോപ്പ് എന്ന് പറയുന്നത് അതാണ്. ചെറിയൊരു സ്റ്റോർ പോലെ ഉണ്ടാവും. അവിടെ ചെറിയ സ്നാക്സ്, ചില സ്കൂളുകളിൽ ക്യാൻറ്റീൻ തന്നെ ഉണ്ടാവും. ലഞ്ചൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ക്യാൻറ്റീൻ തന്നെ ഉണ്ടാവും. ഇങ്ങനെ ടക്ക് ഷോപ്പ് എന്ന് പറയുന്നത് ക്യാൻറ്റീൻ സ്റ്റോർ എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിൽ ഉണ്ടാവും. ചിലപ്പോൾ കോയിൻസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ്സ് കിട്ടുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രിങ്ക്സ് കിട്ടുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ക്യാൻറ്റീൻ സ്റ്റോർ, ടക്ക് ഷോപ്പ് പോലെ. അവിടെയുള്ള എഡിബിൾസ്, കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഈച്ച വന്ന് പെടാത്ത രീതിയിൽ സേവ് ആക്കി വെക്കണം. അതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ്, പ്രിവെന്റീവ് മെഷേഴ്സ് നമ്മൾ എടുക്കണം. കാരണം കുട്ടികൾ ഇത് കഴിക്കും, കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നു. ശരിയായ രീതിയിൽ നമ്മൾ അത് ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫോർത്ത് പോയിന്റ് ആരറിയും? മാം, ഞാൻ വായിക്കാം. To take corrective measures. Corrective action against a disease is also taken. A medical checkup is made and deformities, injuries and disease are detected and remedial measures are suggested. A good number of pupils suffer from myopia, and eye examination discovered the extent of short-sightedness. If glasses are not used in time, myopia will increase rapidly. Some pupils have poor quality teeth. If they suffer from pyrophia, immediate medical treatment is needed. നമ്മളിപ്പോ പറഞ്ഞു പ്രിവെന്റീവ് മെഷേഴ്സും പ്രിക്കോഷൻസും ഒക്കെ എടുക്കണമെന്ന്, അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ അല്ലെ. പക്ഷെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ ചികിത്സിക്കുക എന്നല്ലാതെ വേറെ നമ്മളുടെ മാർഗമില്ല. സോ അതാണ് ടു ടേക്ക് ക്യൂറേറ്റീവ് മെഷേഴ്സ്. ഒരു ഹീലിംഗ് റെമഡി, അതിനൊരു റെമഡി എടുക്കണം. ഹീലിങ്ങിന് വേണ്ടിയിട്ട്, ഹെൽത്തി ആയിട്ടുള്ള ആക്കാൻ വേണ്ടിയിട്ട്, ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള റെമഡി എടുക്കണം. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ചേ പറ്റും അല്ലെ. അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു, പ്രിവെൻഷൻ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തു. പക്ഷെ അസുഖങ്ങൾ വന്നു. ഇപ്പം ഇമ്മ്യൂണൈസേഷൻ, വാക്സിനേഷൻ കുട്ടികൾക്ക് എടുത്താലും കുട്ടികളിൽ അസുഖങ്ങൾ വരാറുണ്ട്, ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. എന്റെ മോൻ ചെറുതായിരുന്നപ്പം അവന് എല്ലാ വാക്സിനേഷൻസും എടുത്തു. അന്ന് MMR, ഇപ്പോഴും MMR ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് മാത്രം MR ആണ് ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിട്ടുന്നത്. അപ്പൊ മംസ്, മീസിൽസ്, റുബല്ല ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാക്സിനേഷൻ ആയിരുന്നു. പക്ഷെ കുട്ടിക്ക് 7 വയസ്സോ ആയപ്പോഴാണ് തോന്നുന്നു അന്ന് മംസ് വന്നു. ഓക്കെ, അപ്പൊ ഞാൻ മംസിന് അഗെയിൻസ്റ്റ് ആയിട്ട് വാക്സിനേഷൻ എടുത്തതാണല്ലോ. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഞാൻ കുട്ടിക്ക് എന്റെ വാക്സിനേഷൻ കറക്റ്റ് ടൈമിൽ തന്നെ എടുത്തതാണ്, പിന്നെ എന്താണ് അവന് മംസ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് 1000 കുട്ടിക്ക് വരാം. ഇത് റീസെന്റ് നമ്മള് കുട്ടികൾക്കും വലിയ ആളുകൾക്കും മംസിന്റെ ഒരു ഇൻഫെക്ഷൻ ആയത് കേട്ടിട്ടുണ്ടാവൂല്ലേ. ഭയങ്കര പനിയൊക്കെ ആയിട്ട് നല്ല വിഷമിച്ചു. അമ്മമാർക്ക് വരെ വന്നു, കുഞ്ഞുങ്ങൾക്ക് വന്നു, പിന്നെ അമ്മയ്ക്ക് വന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മുടെ പല ബാച്ചില് ട്രെയിനീസിന് പലർക്കും ഇൻഫെക്റ്റഡ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ റെമഡി, ഒരു ഹീലിംഗ്, ആ ഒരു ക്യൂറേറ്റീവ് മെഷർ നമ്മൾ എടുക്കണം. കറക്റ്റ് ആക്ഷൻ ആ ഒരു ഡിസീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കണം. പിന്നെ സ്കൂളുകളിൽ ക്യാമ്പൊക്കെ വെക്കാറുണ്ടല്ലേ, മെഡിക്കൽ ചെക്കപ്സും ക്യാമ്പും വെക്കാറുണ്ട്. പലപ്പോഴും ക്യാമ്പിലൂടെ ആയിരിക്കും ആ ഒരു കുട്ടിയിലേക്ക് ആ വിഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ക്യാമ്പ് വയ്ക്കുമ്പോൾ വിഷൻ നോക്കാറുണ്ട്. പിന്നെ സ്കൂളിലെ ചില നമ്മൾക്കൊരു ഹെൽത്ത് ഡീറ്റെയിൽസ് വരുന്ന ഇൻഫർമേഷൻസ് എല്ലാ കുട്ടികളുടെയും
കളക്ട് ചെയ്ത് അവരൊരു റെക്കോർഡിക്കലി ആക്കി വെക്കാറുണ്ട്. ഹൈറ്റ്, വെയിറ്റ്, ബ്ലഡ് ഗ്രൂപ്പ്, എന്തെങ്കിലും അലർജി ഉണ്ടോ, എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ, എന്തെങ്കിലും അസുഖങ്ങൾ അങ്ങനെ ഉണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ഡേറ്റാസ് അവർ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇനി ഇങ്ങനെ മെഡിക്കൽ ചെക്കപ്സ് നടത്തും. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, പിന്നെ കുട്ടി നടക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം കാണുവാണെങ്കിൽ അതൊക്കെ ടീച്ചേഴ്സിന്, പാരന്റ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. ചില സ്കൂളുകളിൽ മെഡിക്കൽ അസിസ്റ്റന്റ്, അവിടെ തന്നെ ഒരു ഡോക്ടറോ ഒരു നേഴ്സോ ഒക്കെ കാണാറുണ്ട്. അപ്പൊ അവരൊക്കെ അത് ചെക്ക് ചെയ്തോളൂ. കുട്ടികളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഷോർട്ട് സൈറ്റ്, മയോപ്പിയ അല്ലെ. ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദൂരക്കാഴ്ച. ദൂരെയുള്ളത് അവർക്ക് കറക്റ്റ് കാണാൻ പറ്റില്ല, ഭയങ്കര ബ്ലഡ് ആയിരിക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം കുട്ടി ടിവിയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ നേരെ വന്ന് മുന്നിൽ തന്നെ വന്ന് നിൽക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഡിസ്റ്റൻസ് ഒബ്ജക്ട്സ് അവർക്ക് ബ്ലഡ് ആയിട്ട് കാണും. അതാണ് ഷോർട്ട് സൈറ്റ്. കുഞ്ഞുങ്ങളിൽ പൊതുവെ കണ്ടുവരുന്നതാണ് ഷോർട്ട് സൈറ്റ്. ഈ ഷോർട്ട് സൈറ്റിന് കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കുട്ടിയെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചു കാലം ഗ്ലാസ് വെക്കേണ്ടതായിട്ട് വരുള്ളൂ. ചിലപ്പോൾ ചെറിയ എക്സസൈസ്, ഫോക്കസ് കറക്റ്റ് ആവാനുള്ള ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും അതങ്ങനെ കറക്റ്റായി പോകാറുണ്ട്. ചില കുട്ടികൾക്ക് ത്രൂ ഔട്ട് ലൈഫ് വെക്കേണ്ടതായിട്ടും വരും. അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മൾ ഗ്ലാസസ് എടുത്തില്ലെങ്കിൽ, യൂസ് ചെയ്തില്ലെങ്കിൽ, ഈ മയോപ്പിയുടെ ആ ഒരു എഫക്റ്റ് അത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവും. അതിന്റെ ബുദ്ധിമുട്ട് കൂടും. പിന്നെ നമ്മൾക്ക് ചിലപ്പോൾ ഈ എക്സസൈസ് ഒന്നും നമ്മൾക്ക് റിസൾട്ട് വരില്ല. ത്രൂ ഔട്ട് ലൈഫും വെക്കേണ്ടതായിട്ട്. ചില കുട്ടികൾക്ക് അതുപോലെ തന്നെ ഓറൽ ഹൈജീൻ മോശമായിട്ട്, പല്ലിന്റെ ക്വാളിറ്റി അത് ഭയങ്കര പുവർ ആയിരിക്കും, പുവർ ക്വാളിറ്റി രീതിയായിരിക്കും. അതിലുള്ള സാധനങ്ങൾ കുട്ടികൾ ശരിക്കും കഴിക്കും. അവർ അതിന് ശേഷം നല്ലപോലെ വാകഴുകില്ല, ബ്രഷ് ചെയ്യില്ല ശരിയായ രീതിയിൽ രാവിലെയും വൈകിട്ടും. ഈ ഒരു പ്രശ്നം കാരണം കൊണ്ടാണ് പുവർ ക്വാളിറ്റി ടീത്ത് വരുന്നത്. അപ്പൊ ഇങ്ങനെ പയോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മോണപഴുപ്പ് എന്ന് പറയില്ലേ, ഈ ഡിസ്ചാർജ്, പസിന്റെ ഡിസ്ചാർജ്, നമ്മുടെ ബ്ലീഡിംഗ് ഗം എന്നൊക്കെ പറയുന്നത്, അത് പുവർ ഓറൽ ഹൈജീൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇമ്മീഡിയറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് അതിന് ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ക്യൂറേറ്റീവ് മെഷേഴ്സ്. അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹീലിങ്ങിന് വേണ്ടിയിട്ട് എന്ത് റെമഡി നമ്മൾ എടുക്കും, എന്തായാലും ട്രീറ്റ് ചെയ്ത് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു ഡെവലപ്പ് ആൻഡ് പ്രൊമോട്ട് മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. Teacher. Yes, please. To develop and promote mental and emotional health. Mental and emotional health is also evenly necessary in the school health programs. While physically health made a pupil physically fit, mental and emotional health allows him to maintain an even temper and happy disposition. Thank you. ഓക്കെ, നമ്മൾ ഇത്രയും നേരം നമ്മളുടെ ശരീരത്തിന്റെ പല പ്രശ്നങ്ങളും അതിന് അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പ്രിവെൻഷൻ പ്രിക്കോഷൻസ് ഒക്കെ പറഞ്ഞു. പിന്നെ അതിന് അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്ത് ട്രീറ്റ് ചെയ്യണം, അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി ശരീരം മാത്രമല്ല, നമ്മളുടെ മെന്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇപ്പൊ സ്കൂളുകളിൽ മെന്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒത്തിരി പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അല്ലേ. അതായത് സൂയിസൈഡ് ഒക്കെ ഇങ്ങനെ കുറെ കേൾക്കുന്നു കുട്ടികൾക്കിടയിൽ. ചെറിയ കുട്ടികളായാലും വലിയ കുട്ടികളായാലും പല പല പ്രശ്നങ്ങളും ഇങ്ങനെ അവർക്ക് ഇമോഷൻസ് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ മെന്റൽ ഹെൽത്തും അതുപോലെ തന്നെ ഇമോഷണൽ ഹെൽത്തും പ്രൊമോട്ട് ചെയ്യുക, അതാണ് അടുത്തത്. വളരെ അത്യാവശ്യമാണ്. അതിന് വേണ്ടുന്ന ഹെൽത്ത് പ്രോഗ്രാംസ് സ്കൂളുകളിൽ നടത്തുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ആള്, അതായത് കേരളത്തിലെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോർത്ത് സൗത്ത് എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ സൗത്ത് സെക്ഷനിൽ ഈ കുട്ടി, നോർത്ത് സെക്ഷനിൽ വേറെ കുട്ടിയാണ് പോകുന്നത്. മനോരമ ഫെഡറൽ ബാങ്കോ ആയിട്ട് ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിലിവര് ക്ലാസ്സസ് കൊടുക്കുന്നതിനൊപ്പം തന്നെ ചാക്യാർകൂത്തും തെയ്യമൊക്കെ ഉണ്ട്. അതിന്റെ കൺസെപ്റ്റ് ഇതാണ്, നമുക്ക് തെയ്യം കാണുമ്പോൾ നമുക്കൊരു ഫിയർ ആണല്ലേ വരുന്നത്. ആ രൂപം കാണുമ്പോഴേക്കും ഒരു പേടി പോലെ നമ്മുടെ ഉള്ളിൽ വരും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള പേടിയെ എങ്ങനെ ഇതാക്കാം, ആ ഒരു രീതിയിലാണ് അവർ തെയ്യം കൊണ്ടുവരുന്നത്. പിന്നെ അതിൽ തന്നെ ചാക്യാർകൂത്തുണ്ട്. ചാക്യാർകൂത്ത് നിങ്ങൾ കണ്ടിട്ടോ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചാക്യാർകൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര തമാശയാണ് അതിനകത്തല്ലേ, നമ്മുടെ സന്തോഷം. അപ്പൊ ഈ 2 ഇമോഷൻസിനെ ആണ് അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ട് പിന്നെ നോളജ് ലെവലിലേക്ക് പോകും, ക്ലാസ്സസിലേക്ക് പോകും. അങ്ങനെയാണ് അവർ ആ പ്രോഗ്രാം മാനേജ് ചെയ്യുന്നത്. അപ്പൊ അവിടെ കുട്ടികളുടെ ഇമോഷണൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്ത്, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രത്യേകത, ആൽഫ ജനറേഷൻ, ഇസഡ് ജനറേഷൻ, അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഒരു ജനറേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം പറഞ്ഞാലും അവർക്ക് തെളിവ് വേണം, എവിഡൻസ്, ദേ നീഡ് എവിഡൻസ്. അങ്ങനെ ഒരു ജനറേഷനാണ് ഇപ്പോഴുള്ളത്.
അപ്പോൾ നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും നമ്മൾക്ക് അതിനെപ്പറ്റി പ്രോപ്പറായിട്ട് അവയർനെസ് ഉണ്ടായിരിക്കണം. ചുമ്മാ ചെന്ന കുട്ടീൻ്റെ അടുത്തിട്ട് ചെന്നിട്ട് എന്താ പൊതുവെ സാധാരണ ആളുകൾ പറയുന്ന പോലെ കട്ടിലിന്റെ എടുത്ത കാലഘട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജനറേഷൻ മാത്രമല്ല, നമ്മുടെ ജനറേഷൻ തുടങ്ങി അത് ചോദ്യം ചെയ്തിരുന്നു. അതിനെന്താ കാരണം, എന്താ അങ്ങനെ പറയുന്നത്, അതങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടില്ല അവര്. അപ്പൊ അതുപോലെ അവർക്ക് എവിഡൻസ് വേണം. എന്തൊരു കാര്യം നമ്മൾ പറയുമ്പോഴും എവിഡൻസ് വേണം. ഓരോ ജനറേഷൻ. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് ആ രീതിയിലുള്ള ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്രയും പ്രിപ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു ടീം പോകുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഇഷ്ടംപോലെ വരും. കുറെ ചോദ്യങ്ങൾ ചോദിക്കും. അവർ ആക്സെപ്റ്റ് ചെയ്യില്ല, അവർ കാര്യം പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യില്ല. വൺസ് ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ അവർക്ക് പോവില്ല. അവർക്ക് ശരിയാണ് എന്ന് അവര് ശരിക്കും അതിനെ കീറി മുറിച്ച് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് കുട്ടികൾ കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം. മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്തിനെ ഡെവലപ്പ് ചെയ്യും, പ്രൊമോട്ട് ചെയ്യാൻ രീതിയിലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും. കാരണം അഡോളസൻസ് ഒക്കെ എത്തുമ്പോഴേക്കും കൗമാര കാലഘട്ടത്തിലൊക്കെ അവർക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നാം, ക്വൈറ്റ് നാച്ചുറൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും അവരുടെ ഇമോഷൻസിനെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ഈ ഒരു കുട്ടികളുടെ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ട്, എന്നെക്കാൾ ഒരു 2 വയസ്സ് പ്രായമുള്ള ഒരു മെയിലാണ് കേട്ടോ. ആളിങ്ങനെ പറയുമായിരുന്നു, ചെറുപ്പത്തില് കുറേ ഇഷ്ടങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്, ഒരു പ്രണയമൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര പേടിയായിരുന്നു എക്സ്പ്രസ് ചെയ്യാൻ. അച്ഛനെ പേടി കാരണം എനിക്ക് അതൊന്നും, എൻ്റെ ആ പ്രണയങ്ങളൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റിയില്ല എന്നിങ്ങനെ ഷെയർ ചെയ്തു. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയല്ലല്ലോ. കുട്ടികൾക്ക് ആ ഒരു അട്രാക്ഷൻ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് എക്സ്പ്രസ് ചെയ്യും എത്രയും പെട്ടെന്ന്. അവിടെ അവര് വേറൊന്നും ചിന്തിക്കുന്നില്ല. ആ ജനറേഷന്റെ വ്യത്യാസമാണ്. അവിടെ നമ്മുടെ ഇമോഷൻ കൺട്രോൾ ആയ ഒരു ഫിയർ കൊണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ കുട്ടികൾക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും പെട്ടെന്ന് പറ്റാതെ വരും. നമ്മളൊരു സ്പേസ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ, ലൈക്ക് ആസ് എ ടീച്ചർ, ആസ് എ പാരന്റ്, അല്ലെങ്കിൽ ആസ് എ സിസ്റ്റർ, വട്ടവർ ഇറ്റ് ബി, നമ്മളൊരു സ്പേസ് ആ കുട്ടിക്ക് വേണ്ടിയിട്ട്, ആ കുട്ടിയുടെ ആരാണോ നമ്മൾ, അതിനനുസരിച്ച് നമ്മൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കി വെക്കുകയാണ്. അവർക്ക് നമ്മളുടെ അടുത്ത് വന്ന് എന്തും തുറന്നു പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നുമ്പോൾ തന്നെ അവരും അത് നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കും. അപ്പൊ നമ്മൾക്ക് അറിയാം ആളുടെ മനസ്സിൽ ആ ഒരു ഇഷ്ടമുണ്ട്. നമുക്ക് ആ ഒരു ഇമോഷൻസിനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. നമുക്ക് പറഞ്ഞു കൊടുക്കാം, നിങ്ങൾക്ക് ആ തോന്നിയ ആ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരാൾക്ക് ഡിസ്റ്റർബൻസ് ആകുന്ന രീതിയിൽ ആകരുതെന്നേ ഉള്ളൂ. ആ ഒരു ഇത് മാത്രം. ഒരാൾക്ക് ഡിസ്റ്റർബൻസ് ആകുവാണെങ്കിൽ ആ ഒരു ഇഷ്ടം നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റണം, ആ ഒരു ഇമോഷൻസ്. ഞാനൊരു മോനെ പരിചയപ്പെട്ടതാട്ടോ. +2 പഠിക്കുകയാണ്, കഴിഞ്ഞു കാണും +2. അപ്പൊ ഒരു ക്ലാസ് എടുക്കാനായിട്ട് പോയപ്പോ ആ ഒരു സെഷനിൽ വെച്ചിട്ട് പരിചയപ്പെട്ടതാണ്. അപ്പോൾ ക്ലാസ് എടുത്തിരുന്നത് ഒരു സാറായിരുന്നു. സാറിന്റെ കോ ഫെസിലിറ്റേറ്റർ ആയിരുന്നു ഞാൻ. ക്ലാസ് ഓൾമോസ്റ്റ് കഴിയാറായപ്പോ ഒരു ഷെയറിംഗ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ പെയർ ആയിട്ട് ഇരുന്നിട്ട് ഷെയർ ഇട്ട ഫേസ് ടു ഫേസ് ഇരുന്ന് നമ്മൾ കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മുടെ ഫാമിലിയെ കുറിച്ച്, ലൈഫിനെ കുറിച്ച് അങ്ങനെയൊക്കെ ഷെയർ ചെയ്യാം. അങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഈ മോൻ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തൊരു കാര്യമാണ്, അവന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങി ഒരു കുട്ടിയോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയാണ്. ആയിരുന്നു നല്ല, ഇപ്പോഴും അവന് ഇഷ്ടമാണ്. അവന്റെ വീടിനടുത്താണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ആ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നു എന്ന് ചോദിച്ചു. തുറന്നൊന്നും പറഞ്ഞൊന്നുമില്ല. സെയിം സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നതും. ഇവനേക്കാൾ ഇവന്റെ ജൂനിയർ എന്തോ ആണ്. അവൾ പോകുന്ന വഴിയിലൊക്കെ അവൾ അറിയാതെ നിന്ന് അവളെ നോക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. കേട്ടപ്പോ ഭയങ്കര ഒരു ക്യൂട്ടായിട്ട് തോന്നി. കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ അങ്ങനെ മറ്റുള്ളവരും ശ്രദ്ധിക്കുന്ന രീതിയിൽ ഞാൻ അവളെ ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അത് എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്, ആ കുട്ടിയുടെ അച്ഛൻ ഈ ഇടയ്ക്ക് മരിച്ചു. അപ്പോ കാരണം ഞാനായിട്ട് ഇനി അവൾക്കൊരു ചീത്തപ്പേരുണ്ടാകരുതല്ലോ. എന്റെ ഇഷ്ടം അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അത് എക്സ്പ്രസ് ചെയ്ത് അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നിങ്ങനെ പറഞ്ഞു. ഭയങ്കര റെസ്പെക്ട് തോന്നി അങ്ങോട്ട് എടുത്തത്. അതുകൊണ്ട് അത്രയും ആയിട്ടുള്ളൂ. അന്ന് ഞാൻ സംസാരിക്കുമ്പോ +1, ഇപ്പൊ +2 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് മേ ബി ഒരു 15 വയസ്സ് അത്രേ ഉണ്ടാവുള്ളൂ ആ കുട്ടിക്ക്. അപ്പൊ എനിക്ക് നല്ല റെസ്പെക്ട് തോന്നിയാണ് അങ്ങനെ ഷെയർ ചെയ്തപ്പോ.
പിന്നെ ഞാനും മോളും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ആണ് കേട്ടോ, കണക്ഷനാണ്, എല്ലാ കാര്യങ്ങളും തുറന്നു. അപ്പൊ അവൾക്ക് ഇങ്ങനെ ഒരു 6th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനോട് എനിക്ക് ക്രഷ് തോന്നിയതും ആ കുട്ടി ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ അത് സോ സംതിങ് ഈസ് ഗുഡ് ഇൻ മീ, എന്നിൽ എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് എന്നോട് ഇഷ്ടം തോന്നിയത് എന്നൊരു ഫീല്. പെൺകുട്ടികൾക്ക് ചിലർക്ക് ഫീൽ ഉണ്ടാവും, അവരുടെ കൂടെയുള്ള മറ്റു പെൺകുട്ടികളെ ബോയ്സ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നു, എന്നെ മാത്രം ചെയ്യുന്നില്ല, സോ ഞാൻ അട്രാക്റ്റീവ് അല്ലേ, എന്നെ കാണാൻ കൊള്ളില്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഫീല് ചില കുട്ടികൾക്ക് വരാം. ഓക്കെ, ഇവൾക്ക് അങ്ങനെ ഒരു ഫീൽ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവൾക്ക് സോ ഐ ആം ഓൾസോ ഗുഡ് എന്നുള്ളൊരു ഫീൽ വന്നു. അപ്പൊ ഇതൊക്കെ ഞാനിങ്ങനെ മനസ്സിലാക്കുവാണ് കേട്ടോ, ആ റിഫ്ലക്ഷൻസ്. അപ്പൊ ഞാൻ ഈ കുട്ടിയെയും എനിക്ക് നല്ലപോലെ അറിയാം. അത് കഴിഞ്ഞപ്പോഴേക്കും 10th ആയപ്പോഴേക്കും അവർക്ക് മനസ്സിലായി, ഞങ്ങള് വെറും ഫ്രണ്ട്സ് ആണ്, ഇത് അതൊന്നും വർക്കൗട്ട് ആവില്ല എന്നുള്ള രീതി മനസ്സിലായി. അപ്പൊ അതങ്ങനെ പോയി. +1 +2 ആളൊരു ബോർഡിങ്ങിൽ നിന്നാണ് പഠിച്ചത്, ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് കേട്ടോ. അവിടെ വെച്ചൊരു മോനെ പരിചയപ്പെട്ടു, നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ്. ഇങ്ങോട്ട് ഭയങ്കര കൂട്ടായിരുന്നു, ഭയങ്കര ക്ലോസ് ആയിരുന്നു, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഭയങ്കര ക്ലോസ് ആയിട്ട് എന്നോട് സംസാരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ക്ലോസ്നെസ് അതങ്ങനെ ആ ഒരു ഇഷ്ടത്തിലേക്ക് എങ്ങനെയൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഇവര് ഫാമിലി ആയിട്ടും എനിക്ക് അറിയാം കേട്ടോ. അത് കഴിഞ്ഞപ്പോ ഈ പയ്യൻ പറഞ്ഞു ഇനി നമ്മൾക്ക് അങ്ങനെ പോകുന്നത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് ബ്രേക്കപ്പ് ആയി. ഇവള് ബ്രേക്കപ്പ് ആയപ്പോ, അതായത് ഈ ഇഷ്ടം തോന്നിയപ്പോൾ ഇവള് ആദ്യം പറഞ്ഞത് എന്നോടാണ്, ആ ഇഷ്ടം കുറച്ചുകൂടെ വളർന്നപ്പോഴും പറഞ്ഞത് എന്നോടാണ്, ബ്രേക്കപ്പ് ആയപ്പോൾ ഇവൾ ആദ്യം ഷെയർ ചെയ്തത് എന്നോടാണ്. അപ്പൊ ആ ഒരു സ്പേസ് ഉള്ളത് കൊണ്ടാണ് കുട്ടി അത് ഷെയർ ചെയ്തത് അല്ലെ. അത് വന്നു എന്നോട് ഷെയർ ചെയ്തു, കുറെ കരഞ്ഞു, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി കുറെ കരഞ്ഞു. പക്ഷെ അക്കാദമിക്സിലൊന്നും അത് ബാധിച്ചില്ല കേട്ടോ. അവളെ ഇതുവരെയും അവളുടെ ഒരു അക്കാദമിക്സിലും ബാധിച്ചില്ല. 10th ആണെങ്കിലും 12th ആണെങ്കിലും ഹൈ മാർക്സോട് കൂടി തന്നെയാണ് പാസ് ചെയ്തത്. അപ്പൊ ആ ഒരു സ്പേസ് ഉണ്ടാക്കാൻ ഉണ്ടായത് കൊണ്ടാണ് ആ കുട്ടി എന്നോട് ഇതെല്ലാം ഷെയർ ചെയ്തത്. അല്ലെങ്കിൽ അവളതെല്ലാം ഹൈഡ് ചെയ്ത് തന്നെ ഉപയോഗിച്ചു. ഒരു ചെറിയൊരു കാര്യം പറയുവാണെങ്കിൽ, ചെറിയൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. അമ്മയും മോളും ഭയങ്കര കൂട്ടായിരുന്നു. മോള് എല്ലാ കാര്യങ്ങളും വന്ന് അമ്മോട് ഷെയർ ചെയ്യും. നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ലത്. അപ്പൊ മോള് ഒരു ദിവസം 10th 9th അങ്ങനെ എന്തോ ക്ലാസ്സാ, ഒരു ദിവസം ഓടി വന്നിട്ട് അമ്മയുടെ അടുത്ത് പറയാം, അമ്മയും ഒരു പെൺകുട്ടിയുടെ പേരും ഒരു ബോയുടെ പേരും കൂടെ ചേർത്തിട്ട് അവര് തമ്മിൽ ലൈനാണത്. അവള് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഭയങ്കര രസമായിട്ട് വന്ന് അമ്മയുടെ അടുത്ത് കാര്യം പറയും. എനിക്ക് അമ്മ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, നീ എങ്ങാനും ഇതുപോലുള്ള കാര്യം ആരെങ്കിലും പറ്റി പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിന്നെ ശരിയാക്കുന്നു പറഞ്ഞു. ഒട്ടി പേടിച്ചു പോയി അമ്മ ഷൗട്ട് ചെയ്തതിനു ശേഷം. ഇനി അവൾക്ക് ആരോടെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടെന്ന് തോന്നിയാൽ പോലും അവൾ അത് ആ അമ്മയുടെ അടുത്ത് മറച്ചു വെക്കും. അല്ലെ, അവൾക്ക് പറയാൻ പേടിയാണ്. കാരണം കൂട്ടുകാരിയുടെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെയാണ്, അപ്പൊ എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അമ്മ കൊല്ലുക തന്നെ ചെയ്യും. ആ ഒരു രീതിയിൽ അവളത് ഹൈഡ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മളൊരു സ്പേസ് കുട്ടികൾക്ക് ഉണ്ടാക്കി വെക്കുക. എന്ത് പ്രശ്നമാണെങ്കിലും, അതിപ്പോ ഒരു അട്രാക്ഷൻ തോന്നുന്നതാവട്ടെ, അല്ലെങ്കിൽ ഞാൻ സ്വന്തം കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് പറ്റി വേറൊരാള് വേദനിച്ചു, എന്ത് പറയാനാണെങ്കിലും നമ്മളൊരു സ്പേസ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഈസിലി നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവര് അല്ലാതെ ബ്രോക്കൺ ആയി പോകും, തകർന്നു പോകും, നമുക്ക് അവരെ മാനേജ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. അപ്പൊ അങ്ങനെ ഒരു സ്പേസ് ഒരു പാരന്റ് എന്ന നിലയിലോ ചേച്ചി എന്ന നിലയിലോ അല്ലെങ്കിൽ ടീച്ചർ എന്ന നിലയിൽ നമ്മൾ ചെയ്തു വെക്കുവാണെങ്കിൽ അത് അവരുടെ ഡെവലപ്മെന്റിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ അവർ ബ്രോക്കൺ ആയി പോകും, അവരുടെ രീതികൾ തന്നെ മാറിപ്പോവും, അവരുടെ അക്കാദമിക്സ് അവരുടെ ലൈഫ് തന്നെ സ്പോയിൽ ആവാൻ ചാൻസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ലാസ്റ്റ് വൺ, ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി. ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറയാം, കാരണം നമ്മുടെ ടൈമായി. നിങ്ങൾ വായിച്ചു ആ ഒരു പോയിന്റ് കൂടി ഉള്ളൂ, ഇവിടെ 10 പോയിന്റ്. യെസ് പ്ലീസ്. ഞാൻ സ്ക്രോൾ ചെയ്യാം. It has become today's necessity to develop a sense of civic responsibility in our students. They generally fall in their duty to help their fellow students in particular and other persons in general. They do not come to the assistance of others in the time of need and help their sufferings. So one of the objectives of health education is to develop a sense of civic responsibility. Through health education, people are to be made aware of social crimes like
anywhere, sneezing and coughing on the faces of others. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് അല്ലേ? സോ ഇൻഡിവിജ്വൽ ആണെങ്കിലും നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അവരുടെ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരാളായിട്ട് ജീവിക്കണം. മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകരുത്. നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളെ അവരെങ്ങനെയാണോ അത് ആക്സെപ്റ്റ് ചെയ്യാം. അവരെ ജഡ്ജ് ചെയ്യാനോ തിരുത്താനോ ഒന്നും നമുക്ക് പോവാനായിട്ട് പറ്റണമെന്നില്ല. മീൻസ് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, നമ്മൾക്ക് ഇടപെടാൻ പറ്റുന്ന ഇടങ്ങളിൽ മാത്രം ഇടപെടും. പിന്നെ അത് കുട്ടികളിൽ ഈ ഒരു സെൻസ് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി, നമ്മൾ ഈ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, നമ്മുടെ നേച്ചർ മദർ നമുക്ക് കുറെ റിസോഴ്സസ് തരുന്നുണ്ട്. സോ നമ്മൾ തിരിച്ചും കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു നേച്ചറിനെ നശിപ്പിക്കാതിരിക്കുക. അതുകൊണ്ടാണ് പല ക്യാമ്പും പ്രോഗ്രാംസും സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ? അത് പബ്ലിക് പ്ലേസിൽ പോയിട്ട് അതെല്ലാം ക്ലീൻ ചെയ്യുക, അവിടെ ചെടി നട്ടുപിടിപ്പിക്കുക, അങ്ങനെയുള്ള കുറെ ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. അപ്പം അതുപോലെ തന്നെ അഗതി മന്ദിരത്തിൽ ഫുഡ് കൊണ്ട് കൊടുക്കാനായിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അവരുടെ രീതികൾ, അതൊക്കെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെയുമുണ്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ സഫറിങ് ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്യുക, ആ ഒരു കാര്യങ്ങളെല്ലാം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് നോക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി, സൊസൈറ്റിയോട് റെസ്പോൺസിബിലിറ്റി, കമ്മിറ്റ്മെന്റ് ഉണ്ട്, കടമകൾ ഉണ്ട് എന്നുള്ളത് കുട്ടികളെ മനസ്സിലാക്കിക്കണം. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷനോടുകൂടി കുട്ടികൾക്ക് സോഷ്യൽ ക്രൈംസ്, ചില സോഷ്യൽ ന്യൂസൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. പലയിടത്ത് ആളുകൾ തന്നെ കാർക്കിച്ച് തുപ്പുക, അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമല്ലോ. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസിൽ കണ്ടു, കാനഡയില് ദീപാവലി ആഘോഷം, ഇന്ത്യൻസ് ദീപാവലി ആഘോഷിക്കുമ്പോൾ ക്രാക്കേഴ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ മുഴുവൻ തെറിച്ച് വീണ അതിന്റെ പേപ്പറുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഫുള്ള് ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്നു. അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈജീൻ, ക്ലെൻലിനെസ്സിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അത് അവർ ആഘോഷിച്ചത് തെറ്റൊന്നുമില്ല, പക്ഷെ ആഘോഷം കഴിഞ്ഞിട്ട് അവർ അതിനെ ക്ലീൻ ആക്കി കൊടുത്തില്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻസിനെ പ്രൊമോട്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാരെയും പറഞ്ഞു വിടുന്ന ഒരു രീതിയൊക്കെ കാനഡയിലുണ്ടല്ലോ. അതുകൊണ്ടാണ് അത് ആ ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി അവർ കാണിച്ചില്ല, ഒരു ന്യൂസൻസ് ഉണ്ടാക്കി എന്നുള്ള രീതി. അപ്പൊ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ എങ്ങനെ ശീലിപ്പിക്കണം? അങ്ങനെ സ്നീസിങ് ആൻഡ് കഫിങ്, തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും നമ്മളങ്ങനെ കവർ ചെയ്ത് പിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അങ്ങനെയുള്ള ഹാബിറ്റ്സ് എല്ലാം പഠിക്കുക. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ചാപ്റ്റർ ഹലോ, ഷിജിനാസ് ഡൗട്ട് ഉണ്ട്. എന്നുവെച്ചാലേ നമ്മ ഈ മോണ്ടിസോറി ക്ലാസ്സിൽ 20 ദിവസത്തെ ഇങ്ങനെ അതിന്റെ പ്രാക്ടീസിങ് ഉണ്ടാ? എന്നുവെച്ചാല് 20 ദിവസത്തെ 10 ദിവസത്തെ അങ്ങനെ ടീച്ചിങ് പ്രാക്ടീസിന്റെ കാര്യമാണോ ഷിജിനാസ് ചോദിക്കുന്നേ? യെസ്, ടീച്ചിങ് പ്രാക്ടീസ് വീഡിയോ വിടല് 10 to 15 days മതിയാകും. പക്ഷെ നിങ്ങൾക്ക് തോന്നുവാണ് എനിക്ക് കുറച്ച് ദിവസം കൂടെ ഒന്ന് ചെയ്യണം, എക്സ്പീരിയൻസ് കിട്ടുന്നൊക്കെ തോന്നുന്നു, ഞാൻ ചെയ്യാം. എത്ര ദിവസം വേണമെങ്കിലും ചെയ്യാം, 1 month ചെയ്യാം. അതല്ലേ ടീച്ചറെ, നമ്മളെ സ്ഥാപനത്തിന്ന് ഇത് വീഡിയോ വിട്ട് അങ്ങനെ ഉണ്ടോന്ന്? നമ്മളെ സ്ഥാപനത്തിന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ടീച്ചിങ് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടോന്നോ? ഇത് വീഡിയോ പോലെ വിടല്, അങ്ങനെ പ്രാക്ടീസ് അങ്ങനെ ഇല്ല അല്ലേ? പിന്നെ ടീച്ചറെ നോട്ട് ചെയ്തുമ്പളേ ഞാൻ അന്ന് വിട്ടില്ലേ PDF ആയിട്ട്, നോട്ട് കിട്ടിയില്ലെങ്കിലും അങ്ങനെ ചെയ്താ മതിയാ? ഷിജിനാസ് ക്ലാസിന്റെ നോട്ട് എടുക്കുന്ന കാര്യമല്ലേ ചോദിക്കുന്നേ? യെസ്. അത് നമ്മളുടെ ടോപ്പിക് റിലേറ്റഡ് എന്ത് ഡേറ്റ വേണമെങ്കിലും കളക്ട് ചെയ്ത് നോട്ട് എഴുതാം. ദാറ്റ്സ് അപ് ടു യു. അത് നിങ്ങളിലുള്ളതാണ്, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, then sign out ഉണ്ടോ? Good morning, ma'am. I am Anu Chandran from Kalur. It's an honor to deliver the sign out today. Today, ma'am has taught about the importance of health education, aims and values of health education, awareness of health education, the main 4 points: how to maintain the healthy lifestyle, how to prevent illness, how to prevent injuries, how to manage chronic issues, etc. On behalf of our Montessori Batch 17, I sincerely thank you
for your wonderful class today. And thanks to all my friends, especially those who have done prayer, sign in, and thought of the day. Thank you all. Okay, bye. Thank you so much. Have a nice day. Thank you, ma'am. Thank you, teacher. Thank you, ma'am. Thank you, ma'am. Bye. Thank you, ma'am. പിന്നെ ഹലോ മാഡം, എനിക്ക് ഡൗട്ട് കൊണ്ടുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ഹെയർ മണിക്ക് വരുമ്പോൾ ഉള്ള സർട്ടിഫിക്കറ്റും അല്ലാണ്ട് കൊറിയർ അയക്കണ സർട്ടിഫിക്കറ്റും അങ്ങനെ 2 സർട്ടിഫിക്കറ്റ് ഉണ്ടാ? ടീച്ചിങ് പ്രാക്ടീസിനാണ്. അല്ല, നമുക്ക് സാധാരണ പരീക്ഷ എഴുതിയിട്ട് ഫൈനൽ പരീക്ഷ എഴുതിയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. അപ്പൊ ഒന്ന് കൊറിയർ അയക്കലും ഒന്ന് അവിടെ ചെന്ന് വാങ്ങിക്കലും ഉണ്ടാ? അങ്ങനെ 2 എണ്ണം ഉണ്ടാ? ഇവിടെ നേരിട്ട് വരുന്നവർക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് കിട്ടും, വരാത്തവർക്കാണ് കൊറിയർ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, സെയിം തന്നെയാണ്. സെയിം തന്നെയാണ്.